ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് കുറേ നാളുകൾക്ക് ശേഷം എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു 6:30 വെളുപ്പിന് 6:30ക്ക് മുൻപുള്ള എൻ്റെ കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ. അപ്പോൾ അതാ നേരം പരപരാ വെളുക്കുന്നുള്ളൂ. അപ്പോൾ മമ്മി ജോലിക്ക് പോയി രാവിലെ തന്നെ. അപ്പോൾ ആളെയും യാത്രയാക്കി ഞാൻ ഗേറ്റൊക്കെ പൂട്ടി ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ കിച്ചൺ കാണേണ്ട, ഇതാണ് എൻ്റെ കിച്ചൺ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞങ്ങൾ കണ്ണൂർ എത്തി, ഹസ്ബൻഡിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വലിയ പണിയൊന്നും എനിക്കില്ല സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ദിവസം. കാരണം കറികളൊക്കെ ഞാൻ രാത്രി ഉണ്ടാക്കി വയ്ക്കുമ്പോൾ പിന്നെ രാവിലത്തേക്ക് എനിക്കധികം ബുദ്ധിമുട്ടില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയാൽ മതി. ഇത് ഞാൻ ഫ്രിഡ്ജിൻ്റെ അവിടെ എൻ്റെ അമ്മയുടെ ഫോട്ടോ വെച്ചേക്കാണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ അടുക്കള വാതിലിൻ്റെ അവിടെയാണ് ബാക്കിലത്തെ വാതിൽ. അത് ഓപ്പണാക്കി നോക്കുമ്പോൾ അതാ കണ്ടോ, നേരം ശരിക്കും വെളുത്തിട്ടില്ല. അപ്പോൾ അതാണ് അഴ. അപ്പോൾ കുറച്ച് തുണികളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ അഴയാണത്. നമ്മൾ താമസിക്കുന്നത് ഒരു ക്വാർട്ടേഴ്സ് വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടാവും റൂമിൻ്റെ. പക്ഷെ നമ്മളാണ് ഫാമിലി ആയിട്ട് ഇവിടെ താമസിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ നമുക്ക് സംസാരിക്കാനായിട്ടോ അങ്ങനെ കുഞ്ഞുങ്ങളോ കുട്ടികളോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ കുട്ടികളെയും വെച്ച് താമസിക്കുന്നവർ. അപ്പോൾ ഞാൻ എന്താ രാവിലെ തന്നെ പാല് തിളപ്പിക്കാൻ കേട്ടോ. പാല് കുടിക്കാണ്ട് എനിക്കൊരു പരിപാടി തുടങ്ങാൻ പറ്റില്ല. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. അപ്പോൾ ഇത്രയും നാൾ ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്, ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മാറിയപ്പോൾ വൈഫൈ കണക്ഷൻ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് മാറും. അപ്പോൾ വീട് പണിയുന്ന വരെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നതുകൊണ്ട് വൈഫൈ കണക്ഷൻ എടുത്താൽ അതൊരു ബുദ്ധിമുട്ടാവുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഉള്ള നെറ്റ് വെച്ചിട്ട് എനിക്കിങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ഇങ്ങനെ മടിയായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്ര നാൾ ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ പാല് തിളയ്ക്കാൻ വെച്ചേക്കാണ്. തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനത് കുടിക്കും കേട്ടോ. അത് കുടിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു നല്ല ഉഷാറാണ്. പിന്നെ കുഞ്ഞിന് ഫീഡിങ്ങും ചെയ്യുന്നതല്ലേ, അപ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ. എൻ്റെ വീട്ടിലുള്ളപ്പോൾ ഇതൊക്കെ എനിക്ക് എൻ്റെ അമ്മയാണ് കേട്ടോ ചെയ്തു തരാറ്. ഇപ്പോൾ ഫുൾ കാര്യങ്ങൾ ഞാനാണ്. പക്ഷെ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. എന്താ പറയുക, 2 കുട്ടികളെയും വെച്ചിട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒന്നല്ല ജീവിക്കുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയായിട്ട് വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് കേട്ടോ. 2 കുഞ്ഞുങ്ങൾ അടുപ്പിച്ചുണ്ടായതുകൊണ്ട് അവരെ കൊണ്ട് കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്ന കുറേ അമ്മമാരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവരുടെ അടുത്ത് എൻജോയ് ചെയ്യാനുള്ള കുറച്ച് ടൈമും നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് തലേദിവസം വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമായപ്പോൾ അത് അഴയിൽ കൊണ്ടിട്ടതാണ്. പിന്നെ ഇതാ അബിയേട്ടന് ചായ ഉണ്ടാക്കി. അബിയേട്ടന് ഇടയ്ക്കിടയ്ക്ക് ചായ വേണം, കട്ടൻ ചായൻ്റെ ആളാണ് ആൾ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൾക്ക് വേണമെങ്കിൽ എടുത്തെടുത്ത് കുടിച്ചാൽ മതി. അപ്പോൾ ഞാൻ ആ ഫ്ലാസ്കിൽ നിറച്ച് വെക്കും ആൾക്ക് കട്ടൻ ചായ. അപ്പോൾ അബിയേട്ടൻ്റെ മക്കളൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ കുറച്ച് പണികൾ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രീ ആണ് കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ പാല് കുടിക്കാൻ കേട്ടോ. പാല് കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു സമാധാനം. പക്ഷെ അണ്ണാക്ക് വരെ പൊള്ളിപ്പോയി. അതാണ് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ അങ്ങനെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞു. പക്ഷെ ഇത്ര നാളും വീഡിയോ ഇടാണ്ടിരുന്നതിൻ്റെ കാരണം പറഞ്ഞല്ലോ, അതായിരുന്നു കാരണം. നെറ്റിൻ്റെ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെയാണ് കാരണം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇതെപ്പോഴും ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് മെയ് 28 ട്യൂസ്ഡേ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ചിലപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തന്നെ അപ്ലോഡ് ചെയ്യും, പറയാൻ പറ്റില്ല. പിന്നെ തിരക്കുണ്ട്, അത്യാവശ്യത്തിന് നല്ല രീതിക്ക് തിരക്കുണ്ട്. മക്കളുടെ കൂടെ ആയതുകൊണ്ട് തന്നെ മക്കളുടെ കാര്യങ്ങൾ 2 പേരുടെയും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഭയങ്കര തിരക്കായി വരും. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം സെപ്പറേറ്റ് കണ്ടെത്തേണ്ടി വരും. പിന്നെ ഹസ്ബൻഡിനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര ഹെൽപ്ഫുള്ളാട്ടോ മക്കൾക്ക്. ഇപ്പോൾ ഒരാൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ ആളുടെ അടുത്ത് സെറ്റാണ്, അങ്ങനെയാണ്. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. പിന്നെ മമ്മിയുണ്ട്. മമ്മി വൈകുന്നേരം വരും. വൈകുന്നേരം വരുമ്പോഴാണ് ഞാൻ ഡ്യൂട്ടി കൈമാറുന്നത്. പക്ഷെങ്കിൽ തന്നെ
കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവുമല്ലോ, കുഞ്ഞുങ്ങളുടെ ആയാലും നമ്മുടെ ആയാലും വീട്ടിലെ കാര്യങ്ങളായാലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ദോശ ബാറ്റർ ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ലൊരു ദോശ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ തലേദിവസം അരച്ച് വെച്ച ബാറ്ററാണ്, നല്ലോണം പൊന്തിയായിരുന്നു. അപ്പോൾ ഞാൻ സൈഡിലേക്ക് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ഉപ്പൊക്കെ മിക്സാക്കി മോന് ഞാൻ ചുട്ട് വെക്കുന്നതാണ്. നേരത്തെ അവൻ വന്നു കഴിഞ്ഞാൽ പാൽ കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവൻ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ തന്നെ കൊടുക്കും. അവനൊരു 5:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേനും എഴുന്നേൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ദോശച്ചട്ടി വാങ്ങിച്ചു. നിങ്ങളെൻ്റെ ആമസോൺ ഹോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഈ ദോശച്ചട്ടി. പക്ഷേ ഞാൻ അത് യൂസ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതോടുകൂടി അതങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചട്ടിയാണ് കേട്ടോ, സൂപ്പറാണ്, പ്രൈസ് ബൂത്താണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് വാങ്ങിച്ചു നോക്കണം കേട്ടോ. ഞാൻ ലിങ്കൊക്കെ എന്നാൽ വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോന് 2 ദോശ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഞങ്ങൾക്കൊക്കെ പിന്നെ കഴിക്കുന്ന നേരത്ത് ചുടുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ദോശച്ചട്ടി. നല്ല വലിയ ദോശയൊക്കെ എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ചട്ടിയിൽ കേട്ടോ. അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ്, പക്ഷേങ്കിൽ ചതിച്ചില്ല എന്നെ. അതിൻ്റെ ഇടയ്ക്ക് ആ മോൻ എനിക്ക് വന്നു കേട്ടോ. അപ്പോൾ അവന് ഞാൻ പാല് കലക്കി കൊടുക്കുകയാണ്. അവന് ഞാൻ പാല് കലക്കി കൊടുത്തതിന് ശേഷം ചിലപ്പോൾ അവൻ ബിസ്ക്കറ്റ് കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. അപ്പോൾ ഇന്ന് ഞാൻ ബിസ്ക്കറ്റ് കൊടുത്ത് നോക്കിയപ്പോൾ കഴിച്ചില്ല. അപ്പോൾ ഇതാ പാല് കൊടുത്ത് അവൻ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നത്. അവൻ്റെ സ്ഥലമാണത്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും സ്നാക്സോ അവൻ്റെ പാലോ എന്തെങ്കിലും കിട്ടുന്നവന് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ മോനെ അവിടെ ഇരുത്തി അതൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ വന്നിട്ട് മോനും ഞാനും കൂടി കുറേ നേരം അതും ഇതൊക്കെ പറഞ്ഞിരുന്ന് കളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ടി വി കാണും. അപ്പോൾ ഞാൻ ടി വി കാണാൻ വേണ്ടിയിട്ട് ഇരുത്തിയേക്കാം കേട്ടോ അവനെ. കുഞ്ഞ് ബദ്രു എണീറ്റിട്ടില്ല, ഹസ്ബൻഡും എണീറ്റിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ ഒരു സമയം ഞാൻ അടിച്ചൊക്കെ വാരി കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യും കേട്ടോ. 7 മണി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ പതുക്കെ ഒരു 9 മണി, പിന്നെ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ആണ് ഞാൻ പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ നോക്കൂ. ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും കുഞ്ഞുങ്ങളൊക്കെ കുളിപ്പിക്കാനൊക്കെ നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും നേരം റെസ്റ്റ് ടൈമാണ്. അപ്പോൾ നിങ്ങൾക്കും മനസ്സിലായില്ലേ ഞാൻ എങ്ങനെയാണ് നേരത്തെ പണി കഴിച്ച് വെച്ച് മക്കളുടെ അടുത്ത് നല്ല ഫ്രീ ആയിട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് റൂട്ടീൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.